ഇന്നത്തെ വീഡിയോ നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്കായി ഞാൻ സമർപ്പിക്കുന്നു. അടുപ്പിൽ വെച്ച കറികൾ ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമാണ്. ഏകദേശം നമ്മുടെ നാട്ടിലൊരു 90-95% പേർക്കും അടുപ്പിൽ വെച്ച കറി ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേക രുചിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതും ഇപ്പോൾ എൻ്റെ അമ്മായിമ്മ പറഞ്ഞിട്ടുള്ളതും. എണ്ണ ചൂടാക്കി ഉലുവയിട്ടു, കടുകും ഉലുവയിട്ട ശേഷം പൊട്ടട്ടെ. ഈ മീൻകറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പ്രത്യേക വികാരമാണല്ലേ. മീൻകറി ഇല്ലാതെ ഉച്ചയ്ക്ക് ചോറിനകത്ത് എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. നിർബന്ധമായിട്ട് മീൻകറി വേണമെന്നുള്ളവർ. അപ്പം അങ്ങനെയുള്ളവർക്ക് സ്ഥിരം മീൻകറികൾ ഒരേ രീതിയിൽ ചിലർക്ക് തേങ്ങ വെച്ച് ഇത് നമ്മുടെ വീട് മംഗലാംകുന്ന് വീട്. നമ്മളവിടെ പോയിട്ട് കറി വെച്ചില്ലേ, അച്ഛമ്മ കറി വെച്ചില്ലേ, അതാണ്. അപ്പം അതെ, എൻ്റെ അച്ഛമ്മ വെച്ച കറിയാണത്. കുഞ്ഞാപ്പിൻ്റെയും കുട്ടപ്പിൻ്റെയും അച്ഛമ്മയും ഞങ്ങളുടെ അമ്മയുമായ സുധാമ്മ വെച്ചിട്ടുള്ളൊരു കറിയാണത്, മീൻ കറി. അടിപൊളി കറിയാണ്. അപ്പം കറി അടുപ്പിലാണ് വെക്കുന്നത്. അവിടെ അധികം നമ്മൾ കറികൾ അടുപ്പിലാണ് വയ്ക്കാറ്. അടുപ്പിൽ വയ്ക്കുന്ന കറിക്ക് പ്രത്യേക രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന കറികൾക്ക് വളരെ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും ടേസ്റ്റാണ്. അത് നന്നായി മുരിഞ്ഞും ചൂടിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ അടുപ്പ് ചൂടാക്കി, ചട്ടി ചൂടാക്കി, ഉലുവയും കടുകും ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. മീൻകറി ഞാൻ പറഞ്ഞ പോലെ പല രീതിയിൽ വെക്കുന്നുണ്ട്. തേങ്ങ ഒഴിച്ച് വെക്കാറുണ്ട്, തേങ്ങ ഒഴിക്കാതെ വെക്കാറുണ്ട്. പുളി എന്താ പറയുക, മത്തിപ്പുളി എന്ന് പറഞ്ഞ പോലെ പുളിക്കറി കൂടുതലായിട്ട് ഉണ്ടാക്കണൊക്കെയുണ്ട്. അപ്പോൾ ഇത് തേങ്ങ ഒഴിച്ച് വെക്കുന്നൊരു കറിയാണ്. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോയപ്പോൾ കുറച്ച് മീൻ ഇങ്ങനെ വാങ്ങി, 2-3 തരം മീൻ വാങ്ങി. ഒരു തരം മീനിനെ ഒന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കറി വയ്ക്കാനായിട്ട് കൂട്ടിയതാണ്. ഈ ആദ്യം കുറേ ലാഗ് ഇങ്ങനെ വരുന്നത് ഈ ചട്ടി ചൂടായി എണ്ണ പൊട്ടുന്ന സമയം വരെ നമുക്ക് ഈ വീഡിയോ എടുക്കണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഈ കറി പൂർണ്ണമായിട്ടും വീഡിയോ എടുത്തിടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും, നിറയെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വട്ടത്തിലായിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കാനുള്ള സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം. കുഞ്ഞാപ്പൂ ഇങ്ങോട്ട് വാ. ഇതെന്താ കാണിക്കണം നോക്ക്. ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കളിത്തിരക്കിലാണ്. അല്ലെങ്കിൽ എൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യാൻ കൂടുന്ന ആളാണ്. ഇന്നിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുകയാണ്. അപ്പം നന്നായിട്ട് ചെറിയുള്ളി ഇതുപോലെ നന്നായി ചുവക്കുന്നവരെ വഴറ്റിയെടുക്കണം. ഈ അടുപ്പിൽ വെക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 1-2 വിറക് കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ചൂട് നമ്മൾ എപ്പോഴും നിലനിർത്തണം. അത് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇപ്പോൾ ഒരു വിറകൊക്കെ ഇട്ടിട്ടുള്ള അമ്മ അതിൽ തന്നെയാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതിൽ തന്നെ നമുക്ക് വഴറ്റി എടുക്കണം. ഈ വഴറ്റിയാലും കുറച്ച് സമയം എടുക്കും. അതുവരെ നമുക്ക് കാത്തിക്കണം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. മീൻകറി പൊതുവെ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ പൂർണ്ണമായിട്ട് ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ നാട് മംഗലാംകുന്നാണ്, പാലക്കാട്. എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്. നമ്മൾ എന്താ പറയുക, പേര് കേട്ടിട്ടുള്ള ആനകളൊക്കെ ഉള്ള സ്ഥലമാണ് മംഗലാംകുന്ന്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാട്. പക്ക നല്ലൊരു നാട്ടിൻ പുറമാണ് അവിടെ. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയും വളരെ നമ്മൾക്ക് ടെൻഷനൊന്നും ഇല്ലാതെ സുഖമായിട്ടിരിക്കാം. അവിടുത്തെ പരിയാനം പറ്റൊക്കെ ആകും. ഭയങ്കര ഒരു ഫീലാണ് അവിടെ ശരിക്കും പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതുപോലെ വഴണ്ടി വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നത്. ഇതിന് ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. പൊടികൾ എല്ലാം വഴിയെന്ന് പറയും. ഒറ്റടിക്കെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ സീക്രട്ടൊക്കെ മനസ്സിലാവില്ലേ. അപ്പോൾ അതുപോലെ വഴറ്റി എടുത്ത സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി വിട്ടാൻ വേണ്ടിയിട്ട്. ശരിയായോ? അടച്ചു വയ്ക്കാമ്മ. ഇവിടെ ഇരിക്കും, നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇതുണ്ടോ എന്താ ചെയ്യണ അച്ഛമ്മ? എന്ത് കറി? ചിക്കൻ അല്ല, മീൻ കറി. മീൻ കറി എങ്ങനെ ഉണ്ടാക്കണത്? എന്താ വഴറ്റണത്? ഉള്ളി, പിന്നെ തക്കാളി ഉണ്ടായില്ലേ? ഇല്ല, ഉള്ളിയും കടുകും ഉലുവയും വെളുത്തുള്ളിയും നന്നായിട്ട് എന്താ ചെയ്യണ അച്ഛമ്മ? മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി വഴറ്റ. എങ്ങനെ പറയാ? വഴറ്റുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി പൊടി ഇട്ട് കൊടുക്കാനുള്ള സമയം.
പൊടികൾ ഇട്ട് കൊടുക്കുന്ന വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മുളക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറി ആകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നിറയെ ഒരു തക്കാളി, എന്താ പറയുക, നമ്മൾ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്യണം? കൊടുക്കണം. എന്താ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? പുളി. എന്ത്? പുളി നമുക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. പുളിവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. അമ്മ ഒറ്റയടിക്ക് പുളിവെള്ളം ഒഴിക്കാതെ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് കട്ടി കറക്റ്റായിട്ട് കിട്ടുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ഒരു കയ്യിൽ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൈ, അങ്ങനെ കുറച്ചായിട്ടാണ് ഈ പുളിവെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ തിളയ്ക്കുന്നതനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ പുളിവെള്ളമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് മൊത്തമായിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി കിട്ടുന്നതാണ് അമ്മ പറഞ്ഞത്, പുളി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പം ഇതുപോലെ പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തളവരാൻ വേണ്ടി കാത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. കുറച്ചാണെങ്കിലും ഈ വെക്കുന്ന സമയം, ആ വഴറ്റുന്ന സമയം, ആ ഒരു അന്തരീക്ഷം എല്ലാം കൂടി ഞാൻ കവർ ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഇതിന് പൂർണ്ണമായിട്ടുള്ള നമുക്കൊരു അടുപ്പിൽ വെച്ച് മീൻകറിയുടെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെ നമ്മൾ നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ ഈ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുന്നവരുന്നുണ്ടോ, എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയം നമുക്ക് അറിയാൻ പറ്റും. ഈ സമയത്താണ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീനൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇതുപോലെ നല്ല തള വരുന്ന സമയത്ത് നമ്മൾ മത്തിയാണ് ഇട്ടിട്ടുള്ളത്. മത്തി ഞാൻ പറഞ്ഞ 2-3 ടൈപ്പിൽ വയ്ക്കുമല്ലോ, ഇത് നമ്മൾ ഒരു ടൈപ്പ്. അപ്പോൾ ഇതുപോലെ മത്തി നന്നായി കഴുകി വൃത്തിയാക്കി മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മത്തിക്കറിയും നല്ല കപ്പയും അടിപൊളിയാണ്. അപ്പം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പുതിയ യൂട്യൂബ് ചാനലാണ്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ആഡ് ചെയ്യുന്ന ആളാണ്. ഇന്നത്തെ ചെറിയ കുറവുകളും കുറ്റങ്ങളെല്ലാം ഉണ്ടാവും. വഴി ഞാൻ തിരുത്തിക്കൊണ്ട് വരുന്നതാണ്. എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും സപ്പോർട്ടായി നിൽക്കുന്ന ഒരാളത് അവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞാപ്പു. എൻ്റെ റെക്കോർഡ് ചെയ്യാൻ എപ്പോഴും എൻ്റെ കൂടെ കൂടുന്ന ഒരാളാണ്. കുഞ്ഞാപ്പു ഹായ് പറ. ഹായ്. അപ്പോൾ എല്ലാവരും കാണണം പറ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഷെയർ. അപ്പോൾ ഇതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. മീൻ പെട്ടെന്ന് വേകുമല്ലോ. അപ്പോൾ ഈ കറി എല്ലാവരും തീർച്ചയായിട്ടും വെച്ച് നോക്കുക. കമൻറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞാപ്പിൻ്റെ വോയിസിനെ കുറിച്ച് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണാൻ പറ. അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. See you.